എൻ്റെ പേര് ബേസിൽ പോൾ. ഞാൻ പാക്ക് മെഷീൻസിൽ ഡീലർ ഓപ്പറേറ്റർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വോൾവോ EC215ൻ്റെ വോക്ക് അറൗണ്ട് നോക്കാം. രാവിലെ വന്നിട്ട് ഒരു ഓപ്പറേറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് നോക്കാം. ബക്കറ്റ് മെഷീൻ ആണെങ്കിൽ ബക്കറ്റിൻ്റെ ടീത്തുകൾ നോക്കണം. ബ്രേക്കർ മെഷീൻ ആണെങ്കിൽ ബ്രേക്കറിൻ്റെ അഡാപ്റ്റർ പ്ലേറ്റ് ബോൾട്ടുകൾ, ബ്രേക്കർ ലൈനിൻ്റെ ബോൾട്ടുകൾ എന്നിവ നോക്കണം. പിന്നെ നോക്കേണ്ടത് സിലിണ്ടർ, ട്രാക്ക്, എയർ ഫിൽറ്റർ എന്നിവയാണ്. മെയിൻ ഓൺ ആക്കണം. കൗണ്ടർ വെയിറ്റിൽ 4 ബോൾട്ടുകൾ വരുന്നുണ്ട്. ഈ 4 ബോൾട്ടുകൾ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. ഷീൽഡിന്റെ ബോൾട്ടുകൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. അതിനുശേഷം നോക്കേണ്ടത് ഓയിലാണ്. ഹൈഡ്രോളിക് ഓയിൽ, എൻജിൻ ഓയിൽ, കൂളന്റ് എന്നിവ കറക്റ്റ് ലെവലിലാണോ എന്ന് എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. ഇനി ക്യാബിനിലേക്ക് കയറുവാണ്. 3 പോയിന്റ് കോണ്ടാക്റ്റിൽ വേണം ക്യാബിനിലേക്ക് കയറാനും ക്യാബിനിൽ നിന്ന് ഇറങ്ങാനും. ആദ്യം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. അതിനുശേഷം മിറർ നോക്കണം. ഗ്ലാസ് എല്ലാം ക്ലീൻ ആണോ എന്ന് നോക്കണം. എല്ലാം ഓക്കെ ആണെങ്കിൽ കീ ഓൺ ചെയ്യാം. സർവീസ് അലേർട്ടുകളോ വാർണിംഗ് ലൈറ്റുകളോ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പാനലിൽ കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ RPM കൂട്ടണം. ബക്കറ്റ് ആണെങ്കിൽ G3, G2 മോഡുകൾ മാറി മാറി ഉപയോഗിക്കണം. ബ്രേക്കർ മെഷീൻ ആണെങ്കിൽ G4 മോഡിൽ വർക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് വരുന്ന ബ്രേക്കർ മോഡ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ദിവസവും വാക്ക് അറൗണ്ട് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മെഷീൻ പ്രവർത്തനം ആരംഭിക്കാവൂ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.